ഭിന്നിപ്പുകൾ എല്ലാം മാറ്റിവെച്ച് മനുഷ്യർ ഒന്നാകണം എന്ന സന്ദേശം കേരളത്തിൽ മാത്രമല്ല ലോകത്തിനു മുഴുവൻ നൽകിയ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരു. ഗുരുദേവന്റെ ദർശനങ്ങളും ആശയങ്ങളും ജാതിമത ചിന്തകൾക്ക് അതീതമാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് കാലാതിമത്തിയായ ഒന്നാണ്. നമ്മളെപ്പോഴും നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന, ഭിന്നിപ്പുകളെല്ലാം മാറ്റിവെച്ച് മനുഷ്യരൊന്നാകണം എന്നുള്ള സന്ദേശം ഈ കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകിയ വിശ്വഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ആ ദർശനങ്ങൾ, ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരെ, ജാതിമത ചിന്തകൾക്ക് അതീതമാണ്, ഒരുപാട് മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും കരുതുന്നത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല കാര്യങ്ങളിലും, സാമൂഹ്യ വിഷയങ്ങളിൽ പല കാര്യങ്ങളിലും നമ്മൾ മുൻനിരയിൽ നിൽക്കാൻ കാരണം ആ ഗുരുദേവൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി തന്ന ഒരു ദാർശനികമായ പാരമ്പര്യം. നമ്മൾ എപ്പോൾ ഗുരുദേവനെ മറക്കുന്നു, അപ്പോൾ കേരളം അല്ലാതെയായി മാറും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നോർത്ത് പറവൂരിൽ SNDP യൂണിയന്റെ ദിവ്യജ്യോതി പര്യടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവന്റെ കൈകളാൽ ജ്വലിപ്പിച്ച കെടാവിളക്കിൽ നിന്ന് പകർന്ന ദീപശിഖ ഞായറാഴ്ച വൈകിട്ട് പറവൂർ യൂണിയൻ ഓഫീസിൽ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ജ്യോതി പര്യടന സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷം നമ്മളുടെ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പെൻഷനേഴ്സ് കൗൺസിലിന്റെ സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ അവർ രജിസ്ട്രേഷൻ നടത്തി പങ്കെടുത്തായിരുന്നു. നമ്മുടെ കുട്ടികളെ 5ാം ക്ലാസ് മുതൽ ഒരു സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ കോഴ്സായിട്ടാണ് അത് ആരംഭിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ 5, 6, 7, 8, 9, 10 പ്ലസ് 2 ലെവലിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് കേരളത്തിൽ നടത്തുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏത് ടെസ്റ്റിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തുകയുണ്ട്. എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വലിയൊരു അവസരമാണ്. യൂണിയൻ കൺവീനർ ഷൈജു മനക്കിപ്പടി സ്വാഗതം പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിക്കുമ്പോൾ ആ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയുടെ സമാപന സമ്മേളനത്തിന് പങ്കെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇപ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുരുദേവൻ ജനിച്ച അവിടെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് അവിടെയാണ് ഈ വർഷത്തെ ജയന്തി ആഘോഷം എന്നുള്ളതുകൊണ്ട് അന്നേ ദിവസം വരാൻ കഴിയില്ല. ഇന്ന് അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച ബാംഗ്ലൂരിലെ വലിയ പ്രോഗ്രാം നടക്കുന്നു. അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു വളരെയധികം ബുദ്ധിമുട്ടിയ, വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെയൊക്കെ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം കടന്നു വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാനാണ്. PS ജയരാജ് ഗുരുദേവ സന്ദേശം നടത്തി. അത്രത്തോളം ഔന്നത്യത്തിലുള്ള നേതാക്കന്മാരാണ് ഇന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് മുതൽ നയിച്ചതും ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നതും അത്രത്തോളം ഔന്നത്യമുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും ഒരു പിന്നോക്ക ജനവിഭാഗമാണ് എന്ന് കരുതാതെ, നമുക്ക് പിന്നോക്ക അവസ്ഥകളുണ്ട് പലതിലും, പക്ഷെ നമ്മളെന്നും കർമ്മത കൊണ്ട് ധീരന്മാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കർമ്മരംഗത്തും ഉന്നത സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു സമുദായമാണ് ഈഴവ സമുദായം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളുടെ വിതരണം നഗരസഭാ പ്രതിപക്ഷ നേതാവ് CA രാജീവ് നിർവഹിച്ചു. ദേവ